ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഇൻഫോ പി എസ് സി MEM ചാനൽ. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് 57/2025 എന്ന ക്വസ്റ്റ്യൻ പേപ്പർ കോഡിൽ വരുന്ന 2025 മെയ് മാസം 27-ാം തീയതി നടന്ന ഫീമെയിൽ അസിസ്റ്റന്റ് പ്രസന്റ് ഓഫീസർ എന്ന തസ്തികയിലേക്കുള്ള പരീക്ഷയുടെ ചോദ്യ പേപ്പറിലെ മാത്സ് ആൻഡ് മെന്റലബിലിറ്റി പാർട്ടിലെ 10 ചോദ്യങ്ങളാണ്. ഈ ചോദ്യ പേപ്പറിലെ GK ആൻഡ് കറണ്ട് അഫയേഴ്സ് പാർട്ടിലെ ചോദ്യങ്ങളുടെ ഡീറ്റെയിൽഡ് ക്ലാസ് നമ്മുടെ മറ്റൊരു ചാനലായ എയിം4 PSCയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ചോദ്യ പേപ്പറിലെ മലയാളം ആൻഡ് ഇംഗ്ലീഷ് പാർട്ടിലെ ക്വസ്റ്റ്യൻസ് നമ്മുടെ എയിം4 PSC MEM ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കൂട്ടുകാർ എല്ലാവരും ആ ക്ലാസ്സുകൾ കാണേണ്ടതാണ്. നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം, 100-നും 200-നും ഇടയ്ക്ക് 9 കൊണ്ട് ഹരിക്കാൻ സാധിക്കാത്ത സംഖ്യകളുടെ തുക എത്രയാണ്? അപ്പോൾ ഈ ചോദ്യം ശ്രദ്ധിക്കേണ്ടത് 100-നും 200-നും ഇടയ്ക്ക് 9 കൊണ്ട് ഹരിക്കാൻ സാധിക്കാത്ത, അതായത് ഡിവൈഡ് ചെയ്യാൻ പറ്റാത്ത സംഖ്യകളുടെ തുക എത്രയാണ് എന്നാണ് കാണേണ്ടത്. സ്വാഭാവികമായിട്ടും ഈ ഒരു ചോദ്യം കാണുമ്പോൾ തെറ്റാവുന്നത് നമുക്ക് ഈ ഒരു സാധിക്കാത്ത എന്ന് പറഞ്ഞത് ശ്രദ്ധിച്ചില്ലെങ്കിൽ തെറ്റിപ്പോകും. അപ്പൊ നമുക്ക് ഇത് ചെയ്യണമെങ്കിൽ ആദ്യം ചെയ്യേണ്ട കാര്യം എന്താന്ന് വെച്ചാൽ, നമുക്ക് 100-നും 200-നും ഇടയ്ക്കുള്ള 9 കൊണ്ട് ഹരിക്കാൻ പറ്റുന്ന സംഖ്യകളുടെ നമ്പേഴ്സിന്റെ തുക കാണണം. അതായത് ഈ 100-നും 200-നും ഇടയ്ക്കുള്ള 9ന്റെ മൾട്ടിപ്പിൾസിന്റെ തുകകൾ. അപ്പൊ നമ്മൾ കൊച്ചു ക്ലാസ്സിൽ പഠിച്ചൊരു ഇക്വേഷൻ ഉണ്ട്, n/2 × a + l എന്ന് പറയുന്ന ഇക്വേഷൻ. ഇതായത് ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേമും ഒരു അരിത്തമെറ്റിക് പ്രോഗ്രഷനിലെ ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേമും തന്നിട്ടുണ്ട്. എത്ര ടേംസ് ഉണ്ട് എന്നറിയാമെങ്കിൽ നമുക്ക് ഈ ഇക്വേഷൻ ഉപയോഗിച്ച് സമ്മ് കണ്ടുപിടിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് 9ന്റെ മൾട്ടിപ്പിൾസ് 100-നും 200-നും ഇടയിലുള്ള 9ന്റെ മൾട്ടിപ്പിൾസിന്റെ സമ്മ് നമുക്ക് കണ്ടെത്താം. അപ്പം നമുക്ക് നോക്കാം എത്ര സംഖ്യകളുണ്ടെന്ന്. 100-ന് ശേഷമുള്ള 9ന്റെ മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞാൽ 108 ആണ്. അതായത് 12 × 9 ചെയ്താൽ നമുക്ക് 108 എന്ന് കിട്ടും. ഇനി 200-ന് താഴെയുള്ളത് 198 ആണ്. അതായത് 22 × 9 ചെയ്യുമ്പോഴാണ് നമുക്ക് 198 എന്ന് കിട്ടുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് എത്ര ടേംസ് ഉണ്ട് എന്ന് കണ്ടുപിടിക്കണം. എത്ര ടേംസ് ആണ്? n = 11 ആണ്. അപ്പോൾ നമുക്ക് ഈ ഇക്വേഷനിൽ, നമ്മൾ മേളിൽ കൊടുത്ത ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 11/2 × 108 + 198 ഇത് തമ്മിൽ സോൾവ് ചെയ്യുമ്പോൾ 11 × 306/2 എന്ന് വരും. ഇത് തമ്മിൽ വെട്ടുമ്പോൾ 11 × 153 = 1683. അതായത് 9ന്റെ മൾട്ടിപ്പിൾസിന്റെ തുക എന്ന് പറയുന്നത് 1683. എന്നാൽ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താ? ഇവ കൊണ്ട് ഹരിക്കാൻ സാധിക്കാത്ത സംഖ്യകളുടെ തുക. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ 100-നും 200-നും ഇടയ്ക്കുള്ള സംഖ്യകളുടെ തുക നമ്മൾ കണ്ടെത്തണം. രണ്ടാമത്തെ സ്റ്റെപ്പിൽ 100-നും 200-നും ഇടയ്ക്കുള്ള ടോട്ടൽ നമ്പേഴ്സിന്റെ തുക കണ്ടെത്തണം. അപ്പം ഇടയിലായതുകൊണ്ട് 100-നും 200-നും ഇടയിൽ എന്ന് പറയുമ്പോൾ മുമ്പിൽ പറഞ്ഞ അതേ ഇക്വേഷൻ ഉപയോഗിച്ചാൽ മതി. n എന്ന് പറയുന്നത് എത്രയാണ്? എത്ര സംഖ്യകളാണുള്ളത്? നമുക്ക് 99 സംഖ്യ. അതായത് 100-ഉം 200-ഉം നമ്മൾ കൂട്ടുന്നില്ല, കൺസിഡർ ചെയ്യുന്നേ ഇല്ല. ഇനി ഫസ്റ്റ് ടേം a എന്ന് പറയുന്നത് എത്രയായിരിക്കും? 100-ന് ശേഷമുള്ള 101. ലാസ്റ്റ് ടേം 199. ഇനി നമുക്ക് ആ ഇക്വേഷനിൽ ചെയ്യാം. 99/2 × 101 + 199. ഇത് ചെയ്യുമ്പം 99/2 × 300. ഇനി അതായത് ഇത്
ഷോർട്ട് ആക്കുമ്പോൾ 99 ഇൻറ്റു 150. ഇത് തമ്മിൽ സോൾവ് ചെയ്തപ്പോൾ നമുക്ക് 14,850 എന്ന് കിട്ടി. അതായത് 14,880. ഇനി നമുക്ക് നമ്മുടെ മെയിൻ പോയിന്റിലോട്ട് കിടക്കാം. നമ്മൾക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ? ഹരിക്കാൻ സാധിക്കാത്ത സംഖ്യകളുടെ തുക. അപ്പോൾ അതിനെന്ത് ചെയ്യണം? ടോട്ടൽ കിട്ടിയ ഈ സംഖ്യയും നേരത്തെ നമുക്ക് കിട്ടിയ 9ന്റെ മൾട്ടിപ്പിൾസിന്റെ സംഖ്യയായിട്ടുള്ള സംഖ്യയും തമ്മിൽ കുറയ്ക്കണം. അതായത് 14,850 നിന്നും 1,683 കുറയ്ക്കുക. ഇവ കുറയ്ക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് 13,167. അതായത് ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. അപ്പം കൂട്ടുകാർ ഈ ചോദ്യത്തിൽ ശ്രദ്ധിക്കേണ്ട ഈ ഒരു ഇക്വേഷൻ ആണ് മെയിനായിട്ട് പഠിച്ചു വെക്കേണ്ടത്. പെട്ടെന്ന് ഈ ക്വസ്റ്റ്യൻ വായിക്കുമ്പം നമുക്ക് ഒരു ആദ്യമായിട്ടുള്ള ഒരു ബിഗിനർ ആണെങ്കിൽ ഒരു ചെറിയ വെപ്രാളമൊക്കെ വരും. പേടിക്കൊന്നും വേണ്ട. ഈ ഒരു ഇക്വേഷൻ പഠിച്ചു വെക്കുക. നമുക്ക് സാവകാശം ഇതിൽ 100നും 200നും ഇടയ്ക്കുള്ള 9 അല്ലെങ്കിൽ 9ന്റെ മൾട്ടിപ്പിൾസ് ഏതൊക്കെയാണെന്ന് അതിൻ്റെ തുക കണ്ടെത്തുക ഈ ഇക്വേഷൻ ഉപയോഗിച്ച്. അതിനുശേഷം 100നും 200നും ഇടയ്ക്കുള്ള മുഴുവൻ തുകയുടെയും തുക കണ്ടെത്തുക, മുഴുവൻ സംഖ്യയുടെയും തുക കണ്ടെത്തുക. എന്നിട്ട് അവ തമ്മിൽ കുറച്ചാൽ മതി നമുക്ക് സാധിക്കാൻ പറ്റാത്ത സംഖ്യകളുടെ തുക ലഭിക്കുന്നതാണ്. അങ്ങനെ നമ്മുടെ ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ഡി 13,167 ആണ് ഉത്തരം. അപ്പം കൂട്ടുകാർക്ക് ഈ ചോദ്യം മനസ്സിലായെന്ന് കരുതുന്നു. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. 52ാമത്തെ ചോദ്യം. ഒരു വൃത്തത്തിന്റെ വൃത്തപരിധിയും ചുറ്റളവ്, പരപ്പളവ്, വിസ്തീർണം ഇവ തുല്യമായാൽ അതിന്റെ വ്യാസം എത്ര? അതായത് ഒരു വൃത്തം, ആ വൃത്തത്തിന്റെ ചുറ്റളവ് അതായത് പെരിമീറ്റർ എന്തുമായിട്ട് ഈക്വൽ ആണെന്നാ പറഞ്ഞിരിക്കുന്നത്? പരപ്പളവ്, വിസ്തീർണം എന്ന് വെച്ചാൽ ഏരിയ. അതായത് ഒരു സർക്കിളിന്റെ പെരിമീറ്ററും ഏരിയയും തമ്മിൽ ഈക്വൽ ആയാൽ, തുല്യമായാൽ അതിന്റെ വ്യാസം. വ്യാസം എന്ന് പറഞ്ഞാൽ എന്താണ്? വ്യാസം എന്ന് പറഞ്ഞാൽ ഡയമീറ്റർ ആണ്. ഡയമീറ്റർ എത്രയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് നോക്കാം. ഒരു വൃത്തം എന്ന് പറഞ്ഞാൽ സർക്കിളിന്റെ പെരിമീറ്ററിന്റെ ഇക്വേഷൻ എന്താണ്? 2πr ആണ്. ഇനി ഏരിയയുടെ ഇക്വേഷൻ എന്താണ്? πr². ഇവ തമ്മിൽ ഈക്വൽ ആണ്. നമുക്ക് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നതുകൊണ്ട് ഈക്വൽ ടു സൈൻ കൊടുത്തു. അപ്പോൾ ഇനി കോമൺ ആയിട്ടുള്ളതിനെല്ലാം നമുക്ക് വെട്ടിക്കളയാം. നോക്കൂ, പയ്യും ഞാൻ വെട്ടി, കോമൺ അല്ലേ? ഇനി ഇവിടെ ഒരു ആറുണ്ട്, ഇവിടെ 2 r² ആണ്. അപ്പം ഈ ആറും ഈ 2 വെട്ടിപ്പോയി. അപ്പോൾ 2 = r. അതായത് റേഡിയസ് 2. അപ്പോൾ എന്താണ് നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ഡയമീറ്റർ ആണ് അല്ലേ? ഡയമീറ്റർ എന്ന് പറയുന്നത് 2 ടൈംസ് ഓഫ് റേഡിയസ് എന്നല്ലേ? 2 ഇൻറ്റു റേഡിയസ് എന്നല്ലേ? റേഡിയസിന്റെ വാല്യൂ എത്രയാ? 2 കിട്ടി. അപ്പോൾ 2 ഇൻറ്റു 2 അതായത് 4 യൂണിറ്റ്സ് ആണ് വരുന്നത്. അതായത് ഓപ്ഷൻ സി 4 യൂണിറ്റ് ആണ് വരുന്നത്. ഇതൊരു സിമ്പിൾ ചോദ്യമായിരുന്നു. കൂട്ടുകാർക്ക് ഈ ചോദ്യം മനസ്സിലായെന്ന് കരുതുന്നു. അങ്ങനെ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. 53ാമത്തെ ചോദ്യം. ഒരു ക്ലോക്കിലെ മിനിറ്റ് 5 സെന്റിമീറ്റർ നീളമുണ്ട്. രാവിലെ 6:05 മുതൽ രാവിലെ 6:40 വരെ അത് സഞ്ചരിച്ച ഭാഗത്തിന്റെ പരപ്പളവ് എന്ത്? അപ്പം ഇത് നമ്മൾ കുഞ്ഞു ക്ലാസ്സിൽ പഠിക്കുന്ന ഏരിയ ഓഫ് എ സെക്ടർ എന്നുള്ളത്. അതായത് മൊത്തം പോർഷൻ ഇല്ല. ഇതൊരു ക്ലോക്ക് എടുക്കാം. ഇതാണ് ഒരു ക്ലോക്ക്. ഈ ക്ലോക്കിൽ നമുക്കറിയാം ഇവിടെ 12, 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11 ഇങ്ങനെ ഒരു ക്ലോക്ക് ഇരിക്കുന്നത്. ഇതിൽ ഈ പോയിന്റിൽ നിന്നും തുടങ്ങി ഈ പോയിന്റ് വരെ സഞ്ചരിച്ചു. അതായത് ഇത്രയും കവർ ചെയ്തിട്ടുണ്ട്. ഇത്രയും പോർഷന്റെ ഏരിയ എത്ര എന്നാണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അതായത് ഈ ഒരു പോർഷന്റെ ഏരിയ എത്ര എന്നാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് θ/360 ഇൻറ്റു πr². അതായത് ഏരിയ ഓഫ് എ സെക്ടർ. ഈ ഇക്വേഷൻ ഉപയോഗിച്ച് വേണം കണ്ടുപിടിക്കാൻ. അപ്പോൾ നോക്കുക, നമുക്ക് r എത്രയാണെന്നറിയാം, റേഡിയസ് അറിയാം, പൈയുടെ വാല്യൂ നമുക്ക് സബ്സ്റ്റിറ്റ് ചെയ്യാം.
തീറ്റ എത്രയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. നമ്മൾ പഠിച്ചിട്ടുള്ളൊരു കാര്യമുണ്ട്, അതായത് ഓരോ 5 മിനിറ്റ് കൂടുമ്പോഴും ക്ലോക്കിൽ 30 ഡിഗ്രി വീതം കൂടിക്കൊണ്ടിരിക്കുന്നു. അതായത് 1 നിന്നും 2 എത്തുമ്പോൾ 30 ഡിഗ്രി കവർ ചെയ്യുമെന്നാണ്. അപ്പോൾ ഇവിടെ മൊത്തം 1, 2, 3, 4, 5, 6, 7 തവണ 7 5 മിനിറ്റുകൾ വെച്ച് നോക്കുമ്പോൾ 35 മിനിറ്റാണ് മൊത്തം കവർ ചെയ്തേക്കുന്നത്. അപ്പോൾ നമുക്കറിയാം അത് കണ്ടുപിടിക്കാനായിട്ട് 6:40 മൈനസ് 6:5 ചെയ്യുവാണെങ്കിൽ നമുക്കറിയാം 35 മിനിറ്റ് ആണ് ഇവിടെ കവർ ചെയ്തിരിക്കുന്നത്. 35നെ നമുക്ക് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 7 ഘട്ടങ്ങളായിട്ട് എടുക്കാം. അപ്പം 7 ഇൻറ്റു ഈ കിട്ടിയ 7 ഇൻറ്റു 30 ഡിഗ്രി ഓരോ ഘട്ടം യൂണിറ്റും കടന്നു പോകാനായിട്ട് ഓരോ 5 മിനിറ്റും കൂടി കടന്നു പോകാൻ 30 ഡിഗ്രി വേണമെന്ന് പറഞ്ഞു. അപ്പോൾ 7 ഇൻറ്റു 30 210 ഡിഗ്രി എന്ന് വരും. അപ്പോൾ എന്താ, തീറ്റയുടെ വാല്യൂ നമുക്ക് 210 എന്ന് കിട്ടി. അപ്പോൾ തീറ്റ ഈസ് ഈക്വൽ ടു 210, R ഈസ് ഈക്വൽ ടു 5 എന്ന് നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. അപ്പോൾ ഈ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. 210/360 22/7. അപ്പോൾ ആദ്യം ചെയ്യുമ്പോൾ ഈ 0 എളുപ്പത്തിന് കട്ട് ചെയ്ത് കളയാണ്. 22 36 രണ്ടും 2 കൊണ്ട് ഹരിക്കാവുന്ന സംഖ്യകളായതുകൊണ്ട് ഇവിടെ 36നെ 2 കൊണ്ട് ഹരിച്ചാൽ 18, 22നെ 2 കൊണ്ട് ഹരിച്ചാൽ 11, 7നെയും 21നെയും തമ്മിൽ ഹരിക്കാൻ പറ്റും 3 വരുന്നത്. 3 കൊണ്ട് 18നെ വെട്ടുമ്പോൾ 6 കിട്ടും. അപ്പോൾ നമുക്കിപ്പം 11 ഇൻറ്റു 5 സ്ക്വയർ എന്ന് പറയുമ്പോൾ 25/6 എന്ന് പറഞ്ഞ് കിട്ടും. ഇത് തമ്മിൽ ചെയ്യുമ്പം 275/6 എന്ന് നിൽക്കും. അപ്പോൾ 275നെ 6 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്കൊരു മിശ്ര ഭിന്നമാണ് കിട്ടുന്നത്. ഉത്തരമായിട്ട് വരുന്നത് 45/5/6 സെൻറ്റിമീറ്റർ സ്ക്വയർ യൂണിറ്റ് കിട്ടും. അതായത് ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. 45/5/6 സെൻറ്റിമീറ്റർ സ്ക്വയർ എന്നാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു ചോദ്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്, ഏരിയ ഓഫ് എ സെക്ടർ കണ്ടുപിടിക്കാനുള്ള ഈ ഒരു ഇക്വേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിനുശേഷം നമുക്ക് തീറ്റയുടെ വാല്യൂ എത്രയാണെന്ന് കണ്ടുപിടിക്കുക. അതായത് ഓരോ 5 മിനിറ്റ്, ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു ക്ലോക്കിൽ ഓരോ 5 മിനിറ്റ് പാസ് ചെയ്യുമ്പോഴും 5 മിനിറ്റ് കടന്നു കഴിയുമ്പോൾ 30 ഡിഗ്രിയാണ് കവർ ചെയ്യുക എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് 35 മിനിറ്റ് ആണ് കവർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിനെ 5 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 7 നമുക്ക് കിട്ടുന്നതാണ്. വെച്ച് ഹരിക്കുമ്പോൾ നമുക്ക് 110 എന്ന് പറഞ്ഞ് കിട്ടും. അത് തീറ്റയുടെ സ്ഥാനത്ത് ആ 210നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് കണക്ക് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഏരിയ കിട്ടുന്നതായിരിക്കും. അപ്പം കൂട്ടുകാർക്ക് ഈ ചോദ്യം മനസ്സിലായെന്ന് കരുതുന്നു. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. 54ാമത്തെ ചോദ്യം. ഇതൊരു സ്റ്റേറ്റ്മെന്റ് ആണ്, പ്രസ്താവനകളാണ്. തെറ്റായ പ്രസ്താവന ഏത്? നമുക്ക് ഓരോ പ്രസ്താവന ചെക്ക് ചെയ്ത് നോക്കാം. ഓപ്ഷൻ എ, n ഒരു എണ്ണൽ സംഖ്യ ആയാൽ n⁻³ - n എന്നത് 6 കൊണ്ട് ഹരിക്കാൻ പറ്റുന്നതായിരിക്കും. നമുക്ക് ജസ്റ്റ് ഒന്ന് കണക്കൂട്ടി നോക്കാം. n ഒരു എണ്ണൽ സംഖ്യ ആയാൽ, ഓപ്ഷൻ എ പറയുന്നത് n എന്ന് പറയുന്ന ഒരു എണ്ണൽ സംഖ്യ. സപ്പോസ് n-നെ ഞാൻ 2 എന്ന് പറയുന്ന ഒരു വാല്യൂ എടുത്തിരിക്കുകയാണ്. എന്നത് 6 കൊണ്ട് ഹരിക്കാൻ പറ്റുന്നതായിരിക്കും എന്നാണ് പറയുന്നത്. അതായത് n⁻³ - n എന്നത് 6 കൊണ്ട് ഹരിക്കാൻ പറ്റും. n⁻³ - n നമുക്ക് സോൾവ് ചെയ്ത് നോക്കാം. ഇവിടെ n-ന് ഞാൻ 2 എന്ന് വാല്യൂ കൊടുത്തല്ലോ. അപ്പോൾ 2⁻³ - 2 എന്ന് കൊടുത്താൽ എത്ര കിട്ടുമെന്ന് നോക്കാം. 2⁻³ 8 ആണ്. 8 - 2 ചെയ്താൽ എത്ര കിട്ടും? 6 കിട്ടും. അപ്പോൾ ഓപ്ഷൻ എ ശരിയാണ് അല്ലേ? ഓപ്ഷൻ എ ശരിയാണ്, 6 കൊണ്ട് ഹരിക്കാൻ പറ്റുമല്ലോ. ഇനിയിപ്പം സെക്കൻഡ് ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ ബി, n ഒരു എണ്ണൽ സംഖ്യയായ 12⁻n ഒറ്റയുടെ സ്ഥാനം ചിലപ്പോൾ 0 അതല്ലെങ്കിൽ 5 വരാവുന്നതാണ്. അല്ലെങ്കിൽ 0 അല്ലെങ്കിൽ 5 ഒറ്റ സ്ഥാനത്ത് യൂണിറ്റ് പ്ലേസിൽ വരാവുന്നതാണ് സെക്കൻഡ് ഓപ്ഷനിൽ പറയുന്നത്. നമുക്ക് നോക്കാം. 12⁻n എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സപ്പോസ് ഇവിടെ n-ന്റെ വാല്യൂ ഞാൻ 2 ആയിട്ട് തന്നെ കൊടുക്കുകയെന്ന് കരുതിക്കോ. അപ്പോൾ എന്താ, 12⁻² എത്ര വരും? നമുക്ക് 144 എന്നേ വരത്തുള്ളൂ. ഇനി അഥവാ 12⁻³ അല്ലെങ്കിൽ വേണ്ട,
ഇവിടുത്തെ 12ന്റെ യൂണിറ്റ് പ്ലേസ് നോക്കിക്കേ, 2 അല്ലേ വരുന്നത്. 2 റേസ് ടു ഏത് നമ്പർ ചെയ്താലും അതിപ്പം 1 ആണെങ്കിൽ 2 വരും, 2 റേസ് ടു 2 ആണെങ്കിൽ 4 വരും, 2 റേസ് ടു 3 ആണെങ്കിൽ 8 വരും, 2 റേസ് ടു 4 ആണെങ്കിൽ 16 വരും. അപ്പോൾ ഇവിടെ ഒന്നും 0യോ 5ഓ വന്നിട്ടില്ല. അപ്പോൾ എന്താണ്, ഈ ഓപ്ഷൻ തെറ്റാണ് അല്ലേ. നമ്മളോട് തെറ്റായ പ്രസ്താവന കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്താണ് നമ്മുടെ ഉത്തരം? ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. ഇനി ഓപ്ഷൻ സിയും ഡിയും നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. n ഒരു ഒറ്റ സംഖ്യയായാൽ n⁻2 - 1 എന്നതിനെ 8 കൊണ്ട് ഹരിക്കാം. നമുക്ക് ചെക്ക് ചെയ്യാം. n ഒരു ഒറ്റ സംഖ്യയായാൽ, അപ്പോൾ ഒറ്റ സംഖ്യ എന്ന് പറയുമ്പോൾ ഓഡ് നമ്പേഴ്സ്, എന്നിന്റെ വാല്യൂ ഞാൻ 3 കൊടുത്തു. അപ്പോൾ n⁻2 - 1 8 കൊണ്ട് ഹരിക്കാം എന്നാണ് പറഞ്ഞിരിക്കുന്ന പ്രസ്താവന. n⁻2 എന്ന് പറയുമ്പോൾ 3⁻2 - 1, 3⁻2 എന്ന് പറഞ്ഞാൽ 9 - 1 = 8 എന്ന് വരും. 8നെ 8 കൊണ്ട് ഹരിക്കാൻ പറ്റും. അപ്പോൾ ആ ഓപ്ഷൻ ശരിയായിരുന്നു. ഇനി ഓപ്ഷൻ ഡി വരുന്ന ഒരു ഒറ്റ സംഖ്യയുടെ വർഗം 4m + 1 എന്ന രൂപത്തിൽ എഴുതാം. m ഒരു എണ്ണൽ സംഖ്യയാണ്. സപ്പോസ് ഒറ്റ സംഖ്യ എന്ന് പറയുമ്പം 3 എന്ന് പറയുന്ന ഒരു ഒറ്റ സംഖ്യയാണല്ലോ. നമ്മൾ നേരത്തെ പറഞ്ഞു ഓഡ് നമ്പർ. അതിന്റെ വർഗം എന്താണ്? 9 ആണ് അല്ലേ. 3² എന്ന് പറഞ്ഞാൽ 9 ആണ്. അതിനെ ഈ ഫോമിൽ എഴുതാൻ പറ്റും. 4m + 1 = 9 എന്ന് പറഞ്ഞ് എഴുതാൻ പറ്റും. നമുക്ക് എമ്മിന്റെ വാല്യൂ കണ്ടുപിടിക്കാം. 4 × m = 9 - 1 = 8. 4m = 8 എന്ന് കിട്ടി. m = 8/4 = 2. അതെ, m ഒരു എണ്ണൽ സംഖ്യയായിട്ട് കിട്ടി. അതായത് ഓപ്ഷൻ ഡിയും ശരി തന്നെയായിരുന്നു. അപ്പൊ നമ്മുടെ ഉത്തരം എന്തായിരുന്നു? തെറ്റായ പ്രസ്താവനയെ ചോദിച്ചത് അത് ഓപ്ഷൻ ബി ആയിരുന്നു. ഒരു എണ്ണൽ സംഖ്യയെ n ഒരു എണ്ണൽ സംഖ്യയായാൽ 12⁻n ഒറ്റയുടെ സ്ഥാനം ചിലപ്പോൾ 0 അല്ലെങ്കിൽ 5 വരാവുന്നതാണെന്ന് പറയുന്ന പ്രസ്താവന തെറ്റാണ്. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ആയിട്ടുള്ള ചോദ്യമാണ്. മാത്സിലധികം സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങളൊന്നും വന്നിട്ടില്ലെങ്കിലും ഇതുപോലെയുള്ള ചോദ്യങ്ങൾ വരാവുന്നതാണ്. കൂട്ടുകാർക്ക് ഈ ചോദ്യം മനസ്സിലായെന്ന് കരുതുന്നു. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. 55ാമത്തെ ചോദ്യം, ശ്രേണി പൂർത്തിയാക്കുക. അപ്പൊ നമുക്ക് ആ ശ്രേണി ഇങ്ങനെ എഴുതാം. എന്താണ്? BJF, അടുത്തതോ DKH, അടുത്തത് FMJ, ലാസ്റ്റ് HPL. നമുക്ക് നോക്കാം എന്താ സംഗതി. ഇനി ഇത് കഴിഞ്ഞുള്ള ശ്രേണി എന്താണെന്നാ ചോദിച്ചിരിക്കുന്നത്. നോക്കിക്കേ ഇവിടെ BDFH. അപ്പം ഈ ശ്രേണിയിലെ എല്ലാത്തിൻ്റെയും ഫസ്റ്റ് ടേംസ് നോക്കുക. BDFH. B കഴിഞ്ഞ് C ആണ്, C കഴിഞ്ഞാലാണ് D. D കഴിഞ്ഞ് E കഴിഞ്ഞാൽ F. അപ്പോൾ ഒന്നിടവിട്ടാണ്, മനസ്സിലായി. F കഴിഞ്ഞ് G, G കഴിഞ്ഞാൽ H. അപ്പോൾ H കഴിഞ്ഞാലാണ് I കഴിഞ്ഞുള്ള J ആണ് അടുത്ത ടേമിന്റെ സ്റ്റാർട്ടിങ്. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലായി നമുക്ക് ഓപ്ഷൻ എയും ഓപ്ഷൻ സിയും അല്ല, B or D ആണ് ഓപ്ഷൻ ശരി ഉത്തരം വരുന്നതെന്ന് മനസ്സിലായി. ഇനി നമുക്ക് രണ്ടാമത്തെ ടേം കണ്ടുപിടിച്ച കഴിഞ്ഞാൽ ഉത്തരത്തിലോട്ട് എത്താൻ പറ്റും. J കഴിഞ്ഞ് K വരുന്നു, J കഴിഞ്ഞ് തൊട്ടടുത്ത നമ്പർ ആയിട്ടുള്ള K വന്നു. K കഴിഞ്ഞ് M വരുന്നു, K L കഴിഞ്ഞാണ് M വന്നിരിക്കുന്നത്. ഒന്നിടവിട്ട് M കഴിഞ്ഞ് P ആണ് വന്നിരിക്കുന്നത്. M N O കഴിഞ്ഞ് P, അതായത് 2 ടേം കഴിഞ്ഞാണ് P. അപ്പോൾ നമുക്ക് ഇവിടെ അടുത്ത ടേം, ഇവിടെ ഒരു ടേം കഴിഞ്ഞ് പിന്നെ 2 ടേം കഴിഞ്ഞ്, അപ്പോൾ ഇവിടെ 3 ടേം കഴിഞ്ഞായിരിക്കും. അപ്പോൾ P Q R S T ആയിരിക്കും അടുത്ത ടേം ആയിട്ട് വരുന്നത്. അപ്പം ഓപ്ഷൻ ഡിയിൽ JT എന്ന് വന്നിട്ടുണ്ട്, JT. അപ്പം ഓപ്ഷൻ ഡി ആണ് ഉത്തരമെന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. നമുക്ക് ലാസ്റ്റത്തെ ടേമും കൂടി കണ്ടുപിടിച്ചേക്കാം. എന്താ? FG ഇല്ല, H വന്നു. HI ഇല്ല, J വന്നു. K ഇല്ല, L വന്നു. M ഇല്ല, N ആയിരിക്കും വരുന്നത്. അതെ, അപ്പോൾ നമ്മുടെ ആൻസർ എന്തായിരുന്നു? ഓപ്ഷൻ ഡി JTN ആണ് വരുന്നത്. അപ്പോൾ ഈ ഒരു പാറ്റേൺ ടൈപ്പ് ക്വസ്റ്റ്യൻസുകൾ നമുക്ക് ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്. വളരെ ശ്രദ്ധയോടുകൂടി ചെയ്താൽ ആ മാർക്ക് നമുക്ക് നഷ്ടപ്പെടാതെ ഇരിക്കും. അപ്പോൾ കൂട്ടുകാർക്ക് ഈ ചോദ്യം മനസ്സിലായെന്ന് കരുതുന്നു. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. നമ്മുടെ ടെലിഗ്രാം ചാനലായ എയിം ഫോർ PSCയിൽ എന്നും PYQ സെഷൻസും ന്യൂ SCERT ടെക്സ്റ്റിലെ ചാപ്റ്റേഴ്സിൻ്റെ ക്ലാസ്സുകളും ഉണ്ടായിരിക്കും. ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ കഴിയാത്തവർക്ക് വേണ്ടി
റെക്കോർഡഡ് ക്ലാസ് നമ്മുടെ യൂട്യൂബ് ചാനലായ A4PSCയിൽ അവൈലബിൾ ആണ്. യൂട്യൂബ് ചാനലിലെ ക്ലാസിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ലിങ്ക് നൽകിയിട്ടുണ്ട്. അത് ഡൗൺലോഡ് ചെയ്ത് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാവുന്നതാണ്. ഇനി 56ാമത്തെ ചോദ്യം. 16 സെന്റിമീറ്റർ ചുറ്റളവുള്ള സമചതുരത്തിന്റെ ഉള്ളിൽ കൊള്ളാവുന്ന വൃത്തത്തിന്റെ പരപ്പളവ് എന്ത്? അപ്പോൾ എന്താണ് ഒരു സമചതുരം, അതിന്റെ ചുറ്റളവ് എന്ന് പറയുമ്പോൾ എന്താണ്? പെരിമീറ്റർ ഓഫ് എ സ്ക്വയർ ആണ് നമുക്ക് തന്നിരിക്കുന്നത് 16 സെന്റിമീറ്റർ. അപ്പോൾ ഇതിനകത്ത് കൊള്ളാവുന്ന ഒരു വൃത്തത്തിന്റെ പരപ്പളവ് എത്രയെന്നാ ചോദിച്ചിരിക്കുന്നത്. ഇതിനകത്ത് കൊള്ളാവുന്ന ഒരു വൃത്തത്തിന്റെ ഏരിയ എത്രയെന്ന്. ഏരിയ കണ്ടുപിടിക്കണമെങ്കിൽ ഒരു സൈഡ് എത്രയാണെന്ന് കണ്ടെത്തണം. എങ്കിൽ നമുക്ക് ഏരിയ കണ്ടെത്താൻ പറ്റും. അപ്പോൾ എന്താ, പെരിമീറ്റർ 16 സെന്റിമീറ്റർ ആണെങ്കിൽ ഇതിന്റെ ഒരു സൈഡിന്റെ ലെങ്ത് എത്രയായിരിക്കും? സൈഡ് ഈസ് ഈക്വൽ ടു 16/4 ഈക്വൽ ടു 4 സെന്റിമീറ്റർ ആണ്. ഇനി ഇതിന് ശേഷം നമുക്ക് ഒരു സൈഡാണ് 4 സെന്റിമീറ്റർ എന്ന് പറഞ്ഞ് കിട്ടി. അതായത് ഇതിനകത്ത് ഉൾക്കൊള്ളാൻ പറ്റുന്ന സർക്കിളിന്റെ ഡയമീറ്റർ അല്ലെങ്കിൽ വ്യാസമാണ് 4 സെന്റിമീറ്റർ. റേഡിയസ് എത്രയായിരിക്കും? 4ന്റെ പകുതിയായ 2 സെന്റിമീറ്റർ ആയിരിക്കും റേഡിയസ്. അപ്പോൾ നമുക്ക് ഏരിയ കാണാനുള്ള ഇക്വേഷൻ ആണ് πr². അതായത് 3.14 ഇൻറ്റു 2² ഈക്വൽ ടു 3.14 ഇൻറ്റു 4 ഈക്വൽ ടു 12.56 സെന്റിമീറ്റർ സ്ക്വയർ എന്നാണ് കിട്ടുക. അതായത് ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. അപ്പോൾ ഇതൊരു സിമ്പിൾ ചോദ്യമായിരുന്നു. കൂട്ടുകാർക്ക് ഈ ചോദ്യം മനസ്സിലായെന്ന് കരുതുന്നു. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. 57ാമത്തെ ചോദ്യം. 86 + 52 ഈക്വൽ ടു 5, 63 + 72 ഈക്വൽ ടു 8 ആയ 83 + 72 എത്ര? അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് എന്താണ്? 86 + 53 ഈക്വൽ ടു 5. നമുക്ക് 86നെ 52നെയും കൂടി ആഡ് ചെയ്താൽ ഒരിക്കലും 5 കിട്ടുകയില്ലെന്നറിയാം. അപ്പോൾ ഇവിടെ മനസ്സിലായിട്ടുണ്ട്, ഇവിടെ ഒരു മെന്റൽ എബിലിറ്റി പാർട്ടിലെ ക്വസ്റ്റ്യൻ തന്നെയാണെന്ന് മനസ്സിലായി. അപ്പോൾ ഇവിടെ ചിന്തിക്കൂ, ഇവിടെ എങ്ങനെയായിരിക്കും ഈ 5 വന്നതെന്നാണ് നോക്കേണ്ടത്. ഇതിൽ ഓരോ ടേംസും ആഡ് ചെയ്ത് നോക്കിക്കേ. 8 + 6 14 കിട്ടും, 5 + 2 7 കിട്ടും. ഇവ രണ്ടും കൂടി ആഡ് ചെയ്താലോ 14 7 21 ആകത്തുള്ളൂ. കിട്ടത്തില്ല. ഇനി ഈ 2 ടേംസുകളിലൂടെ ആഡ് ചെയ്തിട്ട് മൈനസ് ചെയ്ത് നോക്കിയാലോ? അതായത് 8 + 6 14, 14ൽ നിന്നും 5 + 2 7 കുറച്ചാലോ 7 ആണ് കിട്ടുന്നത്. അപ്പോൾ ഇവിടെ ആഡ് ചെയ്യുവല്ല എന്ന് ഒന്ന് മനസ്സിലായി. ഇനി അടുത്ത രീതി നോക്കാം. ഇവിടെ നോക്കാം, ഇവ തമ്മിൽ കുറച്ചാൽ എത്ര കിട്ടുമെന്ന്. 8ഉം 6ഉം തമ്മിൽ കുറയ്ക്കുകയാണെങ്കിൽ 2 കിട്ടും. 5ഉം 2ഉം കൂടി കുറയ്ക്കുമ്പോൾ 3 കിട്ടും. അതായത് ഇവ തമ്മിൽ ആഡ് ചെയ്താൽ നമുക്ക് 5 കിട്ടും. അപ്പോൾ ഇതാണ് ഇവിടുത്തെ പാറ്റേൺ എന്ന് മനസ്സിലായിരിക്കുന്നു. അപ്പോൾ നമുക്ക് അതായത് തന്നിരിക്കുന്ന സംഖ്യകളുടെ അക്കങ്ങൾ തമ്മിൽ കുറയ്ക്കുന്നു, എന്നിട്ട് അവ തമ്മിൽ ആഡ് ചെയ്യുന്നു. അങ്ങനെയാണ്. അപ്പോൾ അടുത്ത എന്താണ് കുറച്ചിരിക്കുന്നത്? എന്നിട്ട് കൺഫേം ചെയ്യാൻ വേണ്ടി നമുക്ക് അടുത്തത് നോക്കാം. 63 + 72 ഈക്വൽ ടു 8 ആണോ കിട്ടുക എന്ന് നോക്കാം. 6ൽ നിന്നും 3 കുറയ്ക്കുകയാണെങ്കിൽ 3 കിട്ടും. പ്ലസ് 7ൽ നിന്നും 2 കുറയ്ക്കുകയാണെങ്കിൽ 5 കിട്ടും. 5ഉം 3ഉം കൂടി കൂട്ടുമ്പോൾ നമുക്ക് 8 കിട്ടും. അപ്പോൾ ഇത് തന്നെയാണ് പാറ്റേൺ. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കാൻ തന്നിരിക്കുന്ന ഏതാണ്? 83 + 72. 8ൽ നിന്നും 3 കുറയ്ക്കുകയാണെങ്കിൽ 5 കിട്ടും. 7ൽ നിന്നും 2 കുറയ്ക്കുകയാണെങ്കിൽ 5 കിട്ടും. അതായത് 5 + 5 10 ആണ് ഉത്തരം വരുന്നത്. അതായത് ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ഇതൊരു സിമ്പിൾ ചോദ്യമായിരുന്നു. കൂട്ടുകാർക്ക് ഈ ചോദ്യം മനസ്സിലായെന്ന് കരുതുന്നു. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. 58ാമത്തെ ചോദ്യം. 34 - 20 ഡിവൈഡഡ് ബൈ 5 പ്ലസ് 17 - 2 ഇൻറ്റു 3 പ്ലസ് 18 ഡിവൈഡഡ് ബൈ 9 മൈനസ് 3 പ്ലസ് 10 എത്ര ആയിരിക്കും? ഇതൊരു ബോർഡ് മാസ് ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ് അല്ലേ? ബോർഡ് മാസ് യൂസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ പെട്ടെന്ന് നമ്മൾ പേടിച്ചു പോവുകയും ചെയ്യും. അതോടൊപ്പം തന്നെ ശ്രദ്ധിച്ചില്ലെങ്കിൽ തെറ്റാവുന്നതുമാണ്. അപ്പോൾ ഇത്രയും നീണ്ടൊരു ചോദ്യമായതുകൊണ്ട് ഇതിനകത്ത് ബ്രാക്കറ്റ് പോർഷൻ എടുത്ത് ഞാൻ ആദ്യം ചെയ്യാം. കണ്ടോ, ഈ പാർട്ട്, ഈ അണ്ടർലൈൻ ചെയ്യുന്ന ഈ ഒരു ഭാഗം ഞാൻ ചെയ്യാം നമുക്ക് നമ്മുടെ കൺവീനിയൻസിന് വേണ്ടി. 17 - 2 ഇൻറ്റു 3 പ്ലസ് 18 ഡിവൈഡഡ് ബൈ
9 - 3. ഇത് ഒരു ബ്രാക്കറ്റിലുള്ളതാണ്, അതുകൊണ്ടാണ് ഞാൻ അത് ചെയ്യുന്നത്. അപ്പോൾ നോക്കിക്കേ, ഈ ബ്രാക്കറ്റിനകത്തുള്ളതിൽ ഓഫ് ഇല്ല. ഇനി ഡിവിഷൻ പാർട്ട് വേണം ആദ്യം ചെയ്യേണ്ടത്. അപ്പോൾ എന്താണ്? 18 ÷ 9 എന്നാണ്. അത് 2 എന്നാണ് കിട്ടുക. അപ്പം 17 - 2 × 3 പ്ലസ് 18നെ 9 കൊണ്ട് ഹരിക്കുകയാണ്, 2 കിട്ടും, -3. ഇനി ഇവ തമ്മിൽ ചുരുക്കുകയാണ്. ഇനി അടുത്ത മൾട്ടിപ്ലിക്കേഷൻ ആണ് ചെയ്യുന്നത്. 17 - 2 × 3 ചെയ്താൽ 6 കിട്ടും, +2 -3. ഇനി ഇവ തമ്മിൽ കുറയ്ക്കാം. ഇനി ആഡ് ചെയ്യാനുള്ളത് 17 മൈനസേ വരികയുള്ളൂ. 6ൽ നിന്ന് -, 6ൽ നിന്നും 2, -6ന്റെ ഒപ്പം 2 കൂട്ടുകയാണെങ്കിൽ നമുക്ക് -4 എന്നാണ് കിട്ടുന്നത്. അപ്പം ഇവിടെ 4 വരും, -3. അപ്പോൾ ഇവിടെ 17ൽ നിന്നും 4 കുറയ്ക്കുകയാണെങ്കിൽ 13, ആ 13ൽ നിന്നും 3 കുറയ്ക്കുകയാണെങ്കിൽ ഇവിടെ 10. അപ്പോൾ നമുക്ക് 10 എന്ന് പറഞ്ഞൊരു കിട്ടിയിരിക്കുകയാണ്. പക്ഷെ ഓപ്ഷൻ എ ചാടിക്കേറി മാർക്ക് ചെയ്യരുത്. നമ്മൾ മൊത്തം ചെയ്തിട്ടില്ല, ആ ഒരു ഇന്നർ ബ്രാക്കറ്റിൽ മാത്രമാണ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ബാക്കി ചെയ്യാനുണ്ട്. ബാക്കി ടേംസ് ഇനി നമുക്ക് എളുപ്പം ചെയ്യാം. ഇനി 34 മൈനസ് അകത്തൊരു ബ്രാക്കറ്റ് ഉണ്ട് 20 ഡിവൈഡഡ് ബൈ 5 പ്ലസ് നമുക്കിപ്പോൾ കിട്ടിയ 10, പുറത്തൊരു 10 ഇരിപ്പുണ്ടായിരുന്നു, +10. ഇനി നമുക്ക് ചെയ്യാം. 34 മൈനസ് 20നെ 4 വെച്ച് 20നെ 5 വെച്ച് ഹരിക്കുകയാണെങ്കിൽ എനിക്ക് 4 എന്ന് കിട്ടും, +10 +10. 34 മൈനസ് 4 + 10 ചെയ്യുമ്പോൾ 14, അതിൻ്റെ കൂടെ 10 ചെയ്യുമ്പോൾ 24. 34ൽ നിന്നും 24 കുറയ്ക്കുമ്പോൾ 10. അതായത് ഓപ്ഷൻ എ 10 ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. ഇതൊരു നല്ല ചോദ്യമായിരുന്നു. കൂട്ടുകാർക്ക് ഈ ചോദ്യം മനസ്സിലായെന്ന് കരുതുന്നു. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. 59ാമത്തെ ചോദ്യം. x - 1/x = 3, x is not equal to 0 ആയ x⁴ + 1/x⁴ വില എന്ത്? ഇതൊരു നല്ലൊരു ചോദ്യമാണ്. ഒരു റാങ്ക് മേക്കിംഗ് ചോദ്യം എന്ന് പറയാവുന്നതാണ്. എല്ലാവരും സ്കിപ്പ് ചെയ്യുന്ന ഒരു ചോദ്യമാണ്. അപ്പോൾ നമുക്കിത് ചെയ്ത് നോക്കാം. ഇവിടെ തന്നിരിക്കുന്നത് x - 1/x = 3 എന്ന് തന്നിട്ടുണ്ട്. നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നതോ x⁴ + 1/x⁴ എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് യാതൊരു ടെൻഷനും വേണ്ട, നമുക്ക് സാവകാശം ഇത് ചെയ്യാം. x - 1/xനെ നമുക്ക് സ്ക്വയർ ചെയ്യാം. അപ്പം സ്ക്വയർ ചെയ്യുകയാണ്, =3² എന്നാണ് വരിക. ഇത് ചെയ്യുമ്പോൾ നമ്മൾ പണ്ട് പറഞ്ഞിട്ടുള്ളൊരു ഇക്വേഷൻ ഉണ്ട്, a - b² എന്ന ഇക്വേഷൻ. ആ രീതിയിലാണ് ഇത് എക്സ്പാൻഡ് ചെയ്യേണ്ടത്. അപ്പോൾ എങ്ങനെ എക്സ്പാൻഡ് ചെയ്യുന്നത്? a² - 2 × a × b + b². അപ്പോൾ ഞാൻ ഈ ഒരു ഫോമിൽ ഈ തന്നിരിക്കുന്ന ഇക്വേഷൻ എഴുതുകയാണ്. a² പകരം ഇവിടെ എന്താണ്? x². -2ab എന്ന് പറയുമ്പോൾ -2 × എയുടെ സ്ഥാനത്ത് ഞാൻ എക്സും ബിയുടെ സ്ഥാനത്ത് ഞാൻ 1/xനെയും കൊടുക്കുകയാണ്, പ്ലസ് b² എന്ന് പറയുമ്പോൾ 1/x². ഇവിടെ ഈ മിഡിൽ ടേമിൽ എക്സും എക്സും കോമൺ ആയതുകൊണ്ട് ഞാൻ കിട്ടുന്നു x² - 2 + 1/x² ഇവിടെ ഒരു 3² ഉണ്ടായിരുന്നേ. 3² എത്രയാണ്? 9 ആണ്. ഇനി അടുത്ത സ്റ്റെപ്പിൽ രണ്ട് സൈഡിലും 2 ആഡ് ചെയ്യാം. അതായത് ഇവിടെ -2 ആണ്, അതുകൊണ്ട് നമുക്ക് 2 ആഡ് ചെയ്യാം. അപ്പം add 2 on both sides. അപ്പം എന്താകും? x² - 2 + 1/x² + 2 = 9 + 2. അപ്പോൾ ഈ 2ഉം -2ഉം ഈ +2ഉം ക്യാൻസൽ ആകുമ്പോൾ x² + 1/x² = 11. ഇത്രയും മനസ്സിലായി. ഇത്രയും വരെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. ഇനി നമുക്ക് ബാക്കി നോക്കാം. ഇനി നമുക്ക് എത്തിയിട്ടില്ല, നമുക്ക് x⁴. ഇനി ഈ തന്നിരിക്കുന്ന ഈ സംഖ്യയിലെ ഇതിനെ സ്ക്വയർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്തായിരിക്കും? മേളിൽ പറഞ്ഞ ഇക്വേഷൻ, അതായത് എക്സ്പാൻഡ് ചെയ്യണം. ഇനി നമുക്ക് ഇത് സ്ക്വയർ ചെയ്ത് നോക്കാം. x² + 1/x².
the whole raised to 2 equal to 11 square. നമ്മൾ ഇതിനെ എക്സ്പാൻഡ് ചെയ്യാനുള്ളത് ഈ ഇക്വേഷൻ ആണ്. a plus b the whole square equal to a square plus 2ab plus b square എന്ന എക്സ്പാൻഷൻ ഫോം യൂസ് ചെയ്യും. അപ്പോൾ ഇതേ രീതിയിൽ വരുമ്പോൾ എക്സ് സ്ക്വയർ ആയിരുന്നു, അതിനെയും നമ്മൾ സ്ക്വയർ ചെയ്യാണ്. എക്സ് റൈസ് ടു 2 the whole raised to 2 പ്ലസ് 2 into x square into 1 by x square plus 1 by x square the whole raised to 2 equal to 11 square. അപ്പോൾ നമുക്ക് നോക്കാം. എക്സ് റൈസ് ടു 2 ഇൻറ്റു 2 എന്ന് പറയുമ്പോൾ എക്സ് റൈസ് ടു 4 ആകും. പ്ലസ് ഈ എക്സ് സ്ക്വയറും വെട്ടിപ്പോവും 2 പ്ലസ് 1 by x റൈസ് സ്ക്വയർ 1 by x square the whole raised to 2 എന്ന് പറയുമ്പോൾ 1 by x raised to 4 equal to 11 square 121. ഇനി ഈ രണ്ട് സൈഡിൽ നിന്നും നമുക്ക് 2നെ സബ്സ്ട്രാക്ട് ചെയ്യാം. സബ്ട്രാക്ടിങ് 2 from both sides. അപ്പോൾ എന്താണ്? x raised to 4 plus 2 plus 1 by x raised to 4 minus 2 equal to 121 minus 2. അപ്പോൾ ഈ 2 ഈ 2 ക്യാൻസൽ ആകും. x raised to 4 plus 1 by x raised to 4 equal to 119. അതായത് ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. ഇതൊരു നല്ല ചോദ്യമായിരുന്നു. ഇതുപോലെയുള്ള ചോദ്യങ്ങൾ വന്നാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻ ആയിട്ട് പറയാവുന്നതാണ്. അപ്പോൾ ഇവിടെ നമ്മൾക്ക് ശ്രദ്ധിക്കേണ്ട 2 ഐഡന്റിറ്റീസ് നമ്മൾ പഠിച്ചു വെക്കേണ്ടതാണ്. ഈ ഒരു a മൈനസ് ബി ദ ഹോൾ സ്ക്വയറും അതേപോലെ a പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ എന്ന് പറയുന്ന ഈ ഐഡന്റിറ്റിയും നമ്മൾ പഠിച്ചു വെക്കേണ്ടതാണ്. ഇത് യൂസ് ചെയ്താണ് നമുക്ക് ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുന്നത്. കൂട്ടുകാർക്ക് ഈ ചോദ്യം മനസ്സിലായെന്ന് കരുതുന്നു. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ലാസ്റ്റ് ചോദ്യം, 60ാമത്തെ ചോദ്യം. പ്രോഗ്രസിന്റെ കോഡ് OQQSN PFHQSD FRT ആയാൽ കൈറ്റിന്റെ കോഡ് എന്ത്? പ്രോഗ്രസിന്റെ കോഡ് തന്നിട്ടുണ്ട്, കൈറ്റിന്റെ കോഡ് കണ്ടുപിടിക്കുക. ഇവിടെ ശ്രദ്ധിക്കൂ, പ്രോഗ്രസ് PROGRESS നമ്മളതേ രീതി തന്നെയാണ്. ഒരു ആൽഫബറ്റ് വിട്ടുപോയി, സോറി. ആറിന് തൊട്ട് മുമ്പുള്ളത് ക്യൂവും ഇവിടെ എസും, അതിനുശേഷം ഇക്ക് മുമ്പ് ടിയും ഇവിടെ എഫും, ഇവിടെ എസിന് മുമ്പ് 6, എസിന് ശേഷം ടി, 6 ടി. ഇതുപോലെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ കൈറ്റ് എങ്ങനെയായിരിക്കും നമുക്ക് നോക്കാം. കൈറ്റ് KITE. കെക്ക് തൊട്ട് മുമ്പുള്ള ആൽഫബറ്റ് ഏതാ? ജെക്ക് L എന്നാണ് പറയുന്നത്. ഐക്ക് തൊട്ട് മുമ്പ് എച്ചും ഐക്ക് ശേഷം എന്താണ്? ജെയുമാണ്. ടിക്ക് തൊട്ട് മുമ്പുള്ളത് എസും ടിക്ക് ശേഷം യുവും, ഇക്ക് തൊട്ട് മുമ്പുള്ളത് ഡിയും ഇക്ക് ശേഷം എഫും. അപ്പം നമ്മുടെ കോഡ് എങ്ങനെയാണ് എഴുതുന്നത്? JLHJSUDF. ഇതാണ് നമ്മുടെ കോഡ്. JLHJSUDF. നമ്മളിപ്പോൾ കോഡ് കിട്ടി. ഇനി ഇതിൽ നിന്നും ഓപ്ഷനിൽ നിന്നും നമ്മൾ കണ്ടെത്തുന്നതാണ് മറ്റൊരു തെറ്റിപ്പോകാതെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. നമുക്ക് നോക്കാം, ജെ വെച്ച് തുടങ്ങുന്ന ഓപ്ഷൻസ് ഉണ്ടോ എന്ന് നോക്കാം. അതെ, ജെ വെച്ച് തുടങ്ങുന്ന 2 ഓപ്ഷൻസ് ഉണ്ട് അല്ലേ? അപ്പോൾ ബാക്കി 2 ഓപ്ഷൻസിനെ നമുക്ക് കട്ട് ചെയ്തേക്കാം, ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. ജെ കഴിഞ്ഞ് എൽ ആണോ വരുന്നത് നോക്കുക. അതെ, 2 ടേമിലും എൽ തന്നെയാണ്. അത് കഴിഞ്ഞ് എച്ച് ആണോ? അതെ, 2 ടേമിലും എച്ച് ആണ് വന്നത്. ഇനിയും ജെ തന്നെയാണോ? ജെ. ഇനി എസ് ആണോ? ഇവിടെയും ജെ തന്നെയാണ്. ഇനി എസ് ആണോ നോക്കണം. ഇവിടെ എസ് അല്ല വന്നിരിക്കുന്നത്, ഇവിടെ എസ് ആണ് വന്നിരിക്കുന്നത്. അങ്ങനെ നമുക്ക് കൺഫേം ചെയ്യാം ഓപ്ഷൻ ബി ആണ് നമ്മളുടെ ശരി ഉത്തരമെന്ന് വരുന്നത്. അപ്പോൾ കൂട്ടുകാർക്ക് ഈ ചോദ്യം മനസ്സിലായെന്ന് കരുതുന്നു. അങ്ങനെ നമ്മൾ ഇന്ന് 10 ചോദ്യങ്ങളും കവർ ചെയ്തിട്ടുണ്ട്. കൂട്ടുകാർക്ക് ക്ലാസ് മനസ്സിലായെന്ന് കരുതുന്നു. താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ.